സ്മൃതി മനസ്സിലാക്കേണ്ടത് നമ്മുടെ ചോദ്യം എന്താ? സിസ്റ്റം എറർ ആണോ? സിസ്റ്റം എറർ ആണെങ്കിൽ ഒന്ന് അവിടെ ഡോക്ടർമാരുടെ കുറവ് വേണം, അല്ലെങ്കിൽ ഡോക്ടർമാർ കൈക്കൂലി വാങ്ങി എന്ന് വേണം. 3, അവിടെ അദ്ദേഹത്തിന് ചികിത്സ നിഷേധിച്ചു എന്ന് വേണം. ഈ പറയുന്ന ഒരു കണ്ടീഷനും അവിടെ ഇല്ല. ഡോക്ടർമാരുടെ എണ്ണമുണ്ട്, ഡോക്ടർമാർ ടേക്ക് കെയർ ചെയ്തു, അദ്ദേഹത്തിന് മെഡിസിൻ അഡ്മിനിസ്റ്റർ ചെയ്തു, ആൻജിയോഗ്രാം കൊടുക്കാൻ പറ്റുന്ന സാഹചര്യമായിരുന്നില്ല, അതിന്റെ മെഡിക്കൽ പ്രോട്ടോകോൾ കൃത്യമായിട്ട് പാലിച്ചു, അവിടുത്തെ കാത്ത് പ്രവർത്തനക്ഷമമായിരുന്നു. മാത്രമല്ല, ഒരു കാര്യം കൂടി സ്മൃതിയുടെ അറിവിലേക്ക് പറയാം, ഒരു കാരണവശാലും ഈ രോഗിക്ക് അവിടെ ഒരു തരത്തിലുള്ള മെഡിസിനും നിഷേധിക്കേണ്ട ആവശ്യമില്ല. കാസ്പിന്റെ ആനുകൂല്യം കൂടിയുള്ള രോഗിയായിരുന്നു, അതുപോലും എല്ലാ കണ്ടീഷൻസും അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് ശരീരത്തിലേക്ക് ആൻജിയോഗ്രാം ചെയ്യാൻ കഴിയില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞാൽ നമുക്കെങ്ങനെ ഇവിടെ ഇരുന്ന് പറയാൻ പറ്റും ആൻജിയോഗ്രാം കൊടുക്കണമെന്ന്? എങ്ങനെ പറയാൻ പറ്റുക? അതാണ് അതിന്റെ സാങ്കേതികത്വം. സാങ്കേതികത്വം പറഞ്ഞ് വിജയിക്കൂ. രോഗിയെ മനുഷ്യത്വപരമായി ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ശരീരത്തിന് അത് ചെയ്യാൻ കഴിയില്ലെങ്കിൽ, ശരീരത്തിന് താങ്ങാനാവുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മളും ഡോക്ടർമാരെയൊക്കെ കാണുന്നതാണല്ലോ. അതെ, ഡോക്ടർമാർ ആദ്യം രോഗിയോട് എന്താണ്, നിങ്ങളുടെ രോഗസ്ഥിതി ഇതാണ്, പബ്ലിക് ഡൊമൈനിലല്ലേ, നിങ്ങളുടെ രോഗസ്ഥിതി ഇതാണ്, നിങ്ങളുടെ രോഗസ്ഥിതി ഇതാണ്, നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ വിഷയം വരുന്നില്ലെന്നേ. സമയം പോവുകയാണ്. അല്ല, എന്താ കണക്ക് കൂടി പറഞ്ഞോളൂ. ഒരു കാര്യം കൂടി പറഞ്ഞ് ഇതങ്ങ് അവസാനിപ്പിച്ചേക്കാം. ഏറ്റവും കൂടുതൽ കേരളത്തിൽ കാർഡിയോളജിക്കൽ ഇന്റർവെൻഷൻ നടക്കുന്നത് 3 സ്ഥാപനങ്ങളും സർക്കാർ മേഖലയിൽ നിന്നുള്ളതാണ്. അതിലൊന്ന് കോട്ടയം മെഡിക്കൽ കോളേജ്, മറ്റൊന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ്, മറ്റൊന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. ഇത് കഴിഞ്ഞ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ വരുന്നുള്ളൂ, ലിസി ഹോസ്പിറ്റൽ. അത് കഴിഞ്ഞ് വീണ്ടും മെഡിക്കൽ കോളേജാണ്, ആലപ്പുഴ മെഡിക്കൽ കോളേജ്. അതായത് ആദ്യത്തെ 5-ൽ 4 സ്ഥാനങ്ങളിലും നിൽക്കുന്നത് മെഡിക്കൽ കോളേജുകളാണ്. ആ മെഡിക്കൽ കോളേജുകളെ എഴുതി തള്ളാൻ ഞാനില്ല.